ബിജെപിയുടെ സുപ്രധാന രേഖകൾ ചോർന്നു. മാരാർജി ഭവനിൽ അടിയന്തര ശുദ്ധീകരണം. പാർട്ടിയുടെ സുപ്രധാന രേഖകളും വിവരങ്ങളും ചോർന്നതോടെ സംസ്ഥാന ബിജെപി ആസ്ഥാനമായ മാരാർജി ഭവനിൽ അടിയന്തര ശുദ്ധീകരണം നടത്തുകയാണ്. രേഖകൾ പുറത്തായതിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്ന 2 ജീവനക്കാരെ ഇതോടകം ഒഴിവാക്കിയെന്നാണ് വിവരങ്ങൾ. 3 പേർ കൂടി പുറത്താകും എന്ന് കേൾക്കുന്നു. പാർട്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പരിശോധിക്കാൻ മുൻ പ്രസിഡന്റ് കുമ്മനം രാജശേഖരനും ജേക്കബ് തോമസും അടങ്ങിയ അച്ചടക്ക സമിതിയുടെ തെളിവെടുപ്പ് നടക്കുമ്പോൾ മുറിയിലെ നിരീക്ഷണ ക്യാമറ ഓഫ് ചെയ്തിരുന്നു. ഓഫാക്കിയ വിവരം നിമിഷങ്ങൾക്കകം സാമൂഹിക മാധ്യമത്തിൽ പ്രചരിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഓഫീസ് ജീവനക്കാരുടെ പങ്ക് കണ്ടെത്തിയത്. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട അക്കൌണ്ട്സ് വിവരങ്ങൾ CPM പത്രത്തിൽ എത്തുകയും വാർത്തയാവുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് നിരീക്ഷണം ശക്തമാക്കിയത്. കുമ്മനം നയിക്കുന്ന അച്ചടക്ക സമിതിയുടെ അന്വേഷണ പരിധിയിൽ രേഖാ ചോർച്ചയും ഉൾപ്പെട്ടിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ജീവനക്കാരെ മാറ്റിയിരുന്നില്ല. ബിജെപിയിലെ ഫണ്ട് വിവാദത്തിന്റെ അടക്കം രേഖകൾ പുറത്തായതിലും ഇവർക്ക് പങ്കുണ്ടോ എന്ന് നേതൃത്വം സംശയിക്കുന്നു. എന്തുവന്നാലും തന്റെ വിശ്വസ്തരായ തന്റെ പ്രവർത്തകരെ വിട്ടുകൊടുക്കില്ല, അല്ലെങ്കിൽ അവരെ ഒറ്റുകൊടുക്കില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറും. അത്തരത്തിലൊരു തട്ടിപ്പ് നടന്നിട്ടില്ല എന്ന് അദ്ദേഹം ഇത്രമാത്രം കൃത്യമായി പറയുമ്പോൾ ശരിക്കും ആരോപണങ്ങളൊക്കെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകാൻ മാത്രമേ പാർട്ടിക്കും സാധിക്കുകയുള്ളൂ. എന്തായാലും മാരാർജി ഭവനിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു ഗുരുതര വീഴ്ച, രേഖകൾ കാണാതാവുക എന്ന ഗുരുതര വീഴ്ച നടന്നതുകൊണ്ട് തന്നെ മാരാർജി ഭവനിലെ ശുദ്ധീകരണം എന്നുദ്ദേശിക്കുന്നത് CPM-നോട് അനുഭാവമുള്ള മാരാർജി ഭവൻ അകത്തുള്ള പ്രവർത്തകരെ പുറത്താക്കുക എന്നത് തന്നെയായിരിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട രേഖകൾ ഒരു CPM പത്രത്തിലേക്ക് എത്തണമെന്നുണ്ട് എങ്കിൽ BJP-യോട് അനുഭാവം കുറവുള്ള, BJP-യോട് കൂറുകുറവുള്ള ആരെങ്കിലുമൊക്കെ മാരാർജി ഭവനിൽ ഉണ്ടായിരിക്കും. ആ ആൾക്കാരെ കണ്ടെത്തി അവരെ അവിടെ നിന്ന് പുറത്താക്കുക എന്നത് തന്നെയാണ് അടിയന്തരമായി BJP പാർട്ടി ചെയ്യേണ്ടത്. അതിനുള്ള നടപടികളിലേക്ക് തന്നെയാണ് ഇപ്പോൾ പാർട്ടി കടന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഫണ്ട് തിരിമറി ഉണ്ടായിട്ടില്ല എന്നും മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്നുമാണ് നേതൃത്വം കഴിഞ്ഞ ദിവസവും വിശദീകരണം നൽകിയത്. അച്ചടക്ക സമിതി വിപുലീകരിച്ച് മുൻ പ്രസിഡന്റ് PK കൃഷ്ണദാസിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാർട്ടി ആസ്ഥാനത്ത് നടന്ന തെളിവെടുപ്പിൽ അദ്ദേഹം എത്തിയിരുന്നില്ല. ആരോപണം നേരിട്ട സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ തെളിവ് നൽകി. വിവിധ ജില്ലകളിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ വീഴ്ചയുടെ പേരിൽ നടപടികൾ തുടരുകയാണ്. അതേസമയം ഔദ്യോഗികമായി BJP പാർട്ടി പഴയ നിലപാടിൽ തന്നെയാണ്. ഒരു തട്ടിപ്പും ഉണ്ടായിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്റെ വാർത്താക്കുറിപ്പിലൂടെ. കഴിഞ്ഞ ദിവസം കോർ കമ്മിറ്റിയിൽ V മുരളീധരൻ തട്ടിപ്പിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ടിരുന്നു. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി S സുരേഷിനെ മാറ്റണം എന്ന ആവശ്യവും ഉയർന്നിരുന്നു. എന്നാൽ വാർത്ത തള്ളുന്ന രാജീവ് ചന്ദ്രശേഖർ പാർട്ടിക്ക് സുരേഷിൽ പൂർണ്ണ വിശ്വാസമാണെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ആരോപണ വിധേയർക്ക് സുരേഷുമായും വൈസ് പ്രസിഡന്റ് K സോമനുമായും അടുത്ത ബന്ധമുണ്ട് എന്നാണ് എതിർചേരിയുടെ ആക്ഷേപം. എന്തായാലും ഇപ്പോൾ മാരാർജി ഭവനിൽ നല്ലൊരു രീതിയിൽ ശുദ്ധീകരണം നടക്കണം എന്ന കാര്യങ്ങൾ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. എന്തായാലും മാരാർജി ഭവനിൽ അടിയന്തര ശുദ്ധീകരണം നടക്കുമ്പോൾ തന്നെ BJP-യുടെ തലവേദനകൾ ഭൂരിഭാഗവും ഒഴിഞ്ഞു പോകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.